ദൈവത്വം തൗറാത്തിൽ ഇഞ്ചിൽ ഖുറാൻ, ഈ വിഷയത്തെ, അതിൻ്റെ ഐക്യതയും വ്യത്യസ്തതയും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ജെറി തോമസ് നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തെ അതിനെ ക്ഷണിക്കുന്നു. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതുല്യനാമത്തിൽ ഇവിടെ ആഗതരായിരിക്കുന്ന ഓരോ സഹോദരീ സഹോദരന്മാർക്കും, സദസ്സിൽ ഇരിക്കുന്ന ബഹുമാനീയനായ അധ്യക്ഷൻ പാസ്റ്റർ വർഗീസ് ശാവുമേൽ, ആദരണീയനായ ജോൺസൺ അച്ഛൻ, എന്റെ പ്രിയ സഹോദരങ്ങളായ അസ്കർ അലി, അബ്ദുൽ ഹലീം, അതേപോലെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രൊഫസർ റോയ് വി പോൾ, മറ്റ് ജോൺസൺ ഇവാഞ്ചലിസ്റ്റ്, അതേപോലെയുള്ള മറ്റ് എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഒരു വേദിയിൽ തന്നെ ക്രൈസ്തവ ഇസ്ലാം പ്രഭാഷകർ നിന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഈ സ്റ്റേജിൽ മുസ്ലിം പ്രഭാഷകൻ ഇല്ല. അതിന്റെ കാരണം ഞങ്ങൾ പരിശ്രമിക്കാത്തത് കൊണ്ടല്ല. മറ്റ് പല സ്ഥലങ്ങളിലും പല ഭാഷകളിലായി, ഇംഗ്ലീഷിലാകട്ടെ, തെലുങ്കുവിലാകട്ടെ, ഉറുദുവിലാകട്ടെ, മറ്റു പല ഭാഷകളിലായി സംവാദങ്ങളും ഓപ്പൺ ഫോറങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മലയാള ഭാഷയിലും ഈ കേരളത്തിൽ ബൈബിളിനെ ഏറ്റവും അധികം ആക്ഷേപിക്കുന്ന ജനാബ് അക്ബർ മൗലവിയോട് പലതവണ ആവർത്തിച്ച് ഒരു സംവാദത്തിന് തയ്യാറാകണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ചപ്പോൾ കാരണങ്ങൾ പറഞ്ഞ് യുക്തിരഹിതമായ ന്യായങ്ങൾ, നിബന്ധനകൾ മുന്നോട്ട് വെച്ച് അദ്ദേഹം അതിൽ നിന്നെല്ലാം തന്ത്രപൂർവം ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണ് ഈ വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹമില്ലാതെ ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ തയ്യാറാക്കിയ കരാർ, അക്കമിട്ട് ഞങ്ങൾ തയ്യാറാക്കിയ കരാർ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, sakshitimes.org. ജനാബ് അക്ബർ എന്ന് തയ്യാറാകുന്നുവോ, ഇതിന്റെ പുറത്ത് ഒരു നോട്ടീസ് കൊടുത്തത് കൊണ്ട് താൻ സംവാദത്തിന് തയ്യാറാകുന്നു എന്ന് വരുന്നില്ല. ഞങ്ങൾ തയ്യാറാക്കിയ കരാർ, അക്ബറുമായി ചർച്ച ചെയ്ത കരാർ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തീയതിയും സ്ഥലവും നിശ്ചയിച്ചാൽ സൈൻ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. തയ്യാറാകാതെ നിൽക്കുന്നത് ജനാബ് അക്ബർ മൗലവിയാണ്. ആ അക്ബർ മൗലവി തയ്യാറാകാതെ നിൽക്കുന്നത് കൊണ്ട് അക്ബർ മൗലവി ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് പരസ്യമായി തന്നെ മറുപടി പറയേണ്ടതായ കടമ ക്രൈസ്തവരായ ഞങ്ങൾക്ക് ഉണ്ട്. യഹോവ കള്ളനാകുന്നുവെന്നും ക്രിസ്തു മദ്യം വിളമ്പുന്നുവെന്നും എന്നെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ജനാബ് അക്ബർ മൗലവിക്ക് പരസ്യമായി തന്നെ ഖണ്ഡനം ചെയ്യേണ്ടത് ക്രൈസ്തവരുടെ കടമയാണ്. എന്നാൽ ക്രൈസ്തവരായ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, അടിയിൽ നിന്നുകൊണ്ട്, കീഴിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളിൽ ഞങ്ങളുടേതായ യാതൊരുവിധ അഭിപ്രായങ്ങളും ഇല്ല. ജെറി എന്തു പറയുന്നുവെന്നോ, ജോൺസൺ അച്ഛൻ എന്തു പറയുന്നുവെന്നോ, പാസ്റ്റർ വർഗീസ് ശാവുമേൽ എന്തു പറയുന്നുവെന്നോ എന്നുള്ളതിന് യാതൊരു പ്രസക്തിയും ഇല്ല. ബൈബിൾ എന്തു പറയുന്നു എന്നുള്ളതിനാണ് പ്രസക്തി. ബൈബിളിന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർക്ക്, പിതാക്കന്മാർക്ക് വെളിപ്പെട്ട ദൈവം അതേ ദൈവം തന്നെയാണോ ഇസ്ലാമിന്റെ പ്രവാചകന് വെളിപ്പെട്ടത് എന്ന് യഹൂദർക്ക് ലഭിച്ച തൗറത്തിന്റെയും പഴയ നിയമത്തിന്റെയും, പഴയ നിയമം യഹൂദർക്ക് ലഭിച്ചതാണെന്ന് ക്രൈസ്തവരും മുസ്ലിങ്ങളും അംഗീകരിക്കുന്നതാണ്. ഇന്നും യഹൂദരുടെ കയ്യിൽ ആ തൗറത്തുണ്ട്. യഹൂദർക്ക് ലഭിച്ചതായ പഴയ നിയമത്തിന്റെയും ക്രൈസ്തവർക്ക് ലഭിച്ചതായ പുതിയ നിയമത്തിന്റെയും മുസ്ലിങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന ഖുറാന്റെയും അടിസ്ഥാനത്തിൽ ഈ ദൈവം ഒന്ന് തന്നെയാണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. 4 പ്രധാന വീക്ഷണങ്ങളിലായാണ് ബഹുമാന്യനായ അച്ഛനും ഞാനും ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. ഞാൻ പ്രധാനമായി അവതരിപ്പിക്കുന്നത് ദൈവശാസ്ത്രപരമായിട്ടും ഭാഷാശാസ്ത്രപരമായിട്ടും ഉള്ള വീക്ഷണത്തിൽ നിന്നാണ്. 7 പോയിന്റുകളിലായി ഞാൻ എൻ്റെ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പോയിന്റ് 1, ദൈവത്തിന്റെ ഏകത്വം, വൺനെസ് ഓഫ് ഗോഡ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ യഹോവ തന്റെ പ്രവാചകനായ മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലേ കേൾക്ക, യഹോവ
നമ്മുടെ എലോഹീം. എലോഹീം എന്ന പദം ബഹുവചനമാണ്. യഹോവ നമ്മുടെ എലോഹീം. യഹോവ അവൻ എക്കാദാകുന്നു, അവൻ ഏകത്വമാകുന്നു. അന്ന് മുതൽ പുതിയ നിയമത്തിലുടനീളം നാം കാണുന്ന വിശ്വാസമാണ് ദൈവത്തിന്റെ ഏകത്വം. സർവ്വസാധാരണയായി തെറ്റിദ്ധരിക്കപ്പെടാറുള്ള ഒരു ഐക്യതയാണ് ഇത്. നാം ചിന്തിച്ചു പോകാറുണ്ട്, ഇസ്ലാം പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും തൗറത്ത് പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും ഇഞ്ചില് പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും ഒന്നാകുന്നുവെന്ന്. അല്ലേ? അല്ല. കാരണം ഒന്ന് എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ പല വാക്കുകളുണ്ട്. ഒന്ന് എന്ന പദം എബ്രായ ഭാഷയിൽ പറയണമെങ്കിൽ പല വാക്കുകളുണ്ട്. എക്കാദ് എന്നുള്ള പദമുണ്ട്, യാക്കീദ് എന്നുള്ള പദമുണ്ട്. എക്കാദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ബഹുത്വത്തിൽ ഏകത്വമാണ്. ബഹുത്വത്തിൽ ഏകത്വമായിരിക്കുന്നതിനെയാണ് എക്കാദ് എന്നുള്ള പദം കൊണ്ട് എബ്രായ ഭാഷയിൽ പറയുന്നത്. ഉദാഹരണങ്ങൾ: ഉൽപ്പത്തി പുസ്തകം 2:24. ഇതിന് ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അനൗദ്യോഗികമായി ഇവിടെ വീഡിയോ റെക്കോർഡിങ്ങോ മറ്റ് റെക്കോർഡിങ്ങുകളോ അനുവദിക്കുന്നതല്ല. സാക്ഷിയുടെ അല്ലാത്തതായ വീഡിയോകളോ ഓഡിയോകളോ കണ്ടു കഴിഞ്ഞാൽ അത് നിർത്തുവാൻ നിർബന്ധിതരാകും ഞങ്ങൾ. അതുകൊണ്ട് അങ്ങനെയുള്ളത് ദയവ് ചെയ്ത് മാറ്റിവെക്കുക. റെക്കോർഡിങ് സാക്ഷിയുടേതല്ലാതെ മറ്റ് റെക്കോർഡിങ്ങുകൾ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ ആദം ഹൗവമാർ രണ്ടുപേർ, അവർ എക്കാദാകുന്നു, അവർ ഒന്നാകുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ അനേക ജനം അവർ ഒന്നാകുന്നു, എക്കാദാകുന്നു. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം രണ്ട് കൂട്ടം അവർ ഒന്നാകുന്നു, എക്കാദാകുന്നു. എസ്ര 2:64 42,360 പേർ, ഒരു സഭ, അവർ ഒന്നാകുന്നു, എക്കാദാകുന്നു. എവിടെയെല്ലാം ബഹുത്വത്തിൽ ഏകത്വമുണ്ടോ അവിടെയെല്ലാം എക്കാദ് എന്നുള്ള പദം കൊണ്ടാണ് തൗറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ബഹുത്വത്തിൽ ഏകത്വമല്ലാതെ ബഹുത്വമില്ലാത്ത ഏകത്വം പറയണമെങ്കിൽ എബ്രായ ഭാഷയിൽ ഒരു പദമുണ്ട്, യാക്കീദ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം ജഫത്തയുടെ ഏകമകൾ യാക്കീദ്. ജെറമ്യ 6:26, യിരെമ്യാ പ്രവചനം 6:26, ഏകജാതൻ എന്ന പോലെ അവർ വിലപിക്കും. ഏകജാതൻ, ബഹുത്വമില്ലാത്ത ഏകത്വം, യാക്കീദ്. ആമോസ് 8:10, ഏകജാതൻ എന്ന പോലെ വിലപിക്കും. ബഹുത്വമില്ലാത്ത ഏകത്വം, യാക്കീദ്. ബഹുത്വമുള്ള ഏകത്വത്തിന് എക്കാദ് എന്നും ബഹുത്വമില്ലാത്ത ഏകത്വത്തിന് യാക്കീദ് എന്നും പറയുമ്പോൾ പ്രവാചകനായ മോശയ്ക്ക് യഹോവയായ ദൈവം അരുളിയത്, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം. യഹോവ അവൻ എക്കാദാണോ യാക്കീദാണോ? അവൻ എക്കാദാകുന്നു, അവൻ യാക്കീദല്ല. യഹോവയാം ദൈവത്തിന്റെ ബഹുത്വത്തിലുള്ള ഏകത്വം എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന കൺഫെഷനിൽ മാത്രമല്ല, യഹോവയാം ദൈവം എപ്പോഴൊക്കെയോ പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടിട്ടുണ്ടോ പല അവസരങ്ങളിൽ നാം അവന്റെ ബഹുത്വം കാണുന്നു. യഹോവ പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും വെളിപ്പെട്ടപ്പോൾ പല അവസരങ്ങളിലും നാം അവന്റെ ബഹുത്വം കാണുന്നു. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ദൈവമായ യഹോവ പിതാവായ അബ്രഹാമിന് വെളിപ്പെട്ടു. ഉൽപ്പത്തി 18:8 ദൈവമായ യഹോവ അബ്രഹാം സാറ ദമ്പതികൾ ഒരുക്കിയ വിരുന്ന് കഴിച്ചു. തൗറത്തിലുള്ളതാണ്. യഹോവ കഴിച്ചു. യഹോവ കഴിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് ചില പ്രവാചകന്മാർ വരാറുണ്ട്. അത് മോശയുടെ ന്യായപ്രമാണത്തോട് ബന്ധമുള്ളവരല്ല. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ യഹോവ പിതാവായ അബ്രാഹാമിനോട് മുഖാമുഖം സംസാരിച്ചു. ആ യഹോവ സൊദോം ഗൊമോരയ്ക്ക് പോയതിനു ശേഷം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നാം ശ്രദ്ധിച്ചു വായിച്ചാൽ
ഭൂമിയിലുള്ള യഹോവ അവൻ ആകാശത്ത് നിന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന്. എത്ര യഹോവയുണ്ട്? ഭൂമിയിൽ ഒരു യഹോവ, ആകാശത്ത് യഹോവ. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീയും ഗന്ധകവും ഇറക്കി. പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയ ദൈവം അവൻ ബഹുത്വത്തിൽ ഏകത്വമാണ്. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? പ്രവചന പുസ്തകങ്ങൾ നമുക്ക് ഇനിയും നോക്കാം. സെക്രിയാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അരുളി ചെയ്യുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ശ്രദ്ധിച്ച് കേൾക്കണം. സംസാര കർത്താവ് യഹോവ. യഹോവ പറയുകയാണ്, അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. സംസാര കർത്താവ് യഹോവ. യഹോവ പറയുന്നു, അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. ആരാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ അയച്ചത്? സെക്രിയാവ് 2:11 3 വാക്യങ്ങൾക്ക് താഴെ അതിന് ഉത്തരമുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അയക്കപ്പെട്ടവൻ സൈന്യങ്ങളുടെ യഹോവ, അയച്ചത് സൈന്യങ്ങളുടെ യഹോവ. യഹോവയുടെ സത്തയിൽ എത്ര വ്യക്തിത്വമുണ്ട്? കുറഞ്ഞത് 2. എന്ന് മാത്രമല്ല, യെശയ്യാ പ്രവചനം 48-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ സംസാര കർത്താവിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ ശ്രദ്ധയോട് കേൾക്കണം. സംസാര കർത്താവ് പറയുകയാണ്, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഇതാരാണ് സംസാര കർത്താവ്? ദൈവം. ഈ സംസാര കർത്താവ് 12-ാം അധ്യായത്തിൽ പറയുന്ന ഇതേ സംസാര കർത്താവ് 16-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. എത്ര വ്യക്തികളുണ്ട് അവിടെ? സംസാര കർത്താവായ യഹോവ, അയച്ച യഹോവ, യഹോവയുടെ ആത്മാവ്. എത്ര പേരുണ്ട്? 3. ഇതാണ് ന്യായപ്രമാണത്തിന്റെ ഉപദേശം. ഇത് തൗറത്തിന്റെ ഉപദേശമാണ്. ഇത് യഹൂദന്മാരുടെ കൈവശമുള്ള തൗറത്തിന്റെ ഉപദേശമാണ്. പുതിയ നിയമത്തിൽ നിന്നല്ല ഞാൻ ഇതുവരെ ഉദ്ധരിച്ചത്. ഇഞ്ചിലിൽ നിന്നല്ല, തൗറത്തിൽ നിന്നാണ് ഇതുവരെ പറഞ്ഞത്. മറ്റ് അനേക വാക്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ തന്നെ ദൈവം ഞാൻ എക്കാതാകുന്നുവെന്നും അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ പല അവസരങ്ങളിലും അവന്റെ ബഹുത്വത്വവും നാം ദർശിക്കുന്നു. ഇത് തന്നെയല്ലേ പുതിയ നിയമവും പഠിപ്പിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ, ഇസ്രായേലേ കേൾക്ക, കർത്താവ് നമ്മുടെ ദൈവം ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ബഹുത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന ഹെൻ എന്ന ഗ്രീക്ക് പദമാണ്. എക്കാദ് എന്നുള്ള പദമായിരുന്നു എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചതെങ്കിൽ ഹെൻ എന്നുള്ള ബഹുത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന അതേ പദമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ഉപയോഗിച്ചത്. ഭാഷ 2 ആണെങ്കിലും അർത്ഥം 2 രീതിയിലും ഉൾക്കൊള്ളുന്നുണ്ട്. നാം അതേ വാക്ക് തന്നെ 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ദൈവം ഒന്നാകുന്നു എന്ന് പറയുമ്പോഴും ഇതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിലും ദൈവം ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ ബഹുത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അനേക ഉദാഹരണങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നൽകുവാൻ കഴിയും. പുതിയ നിയമത്തിന്റെ ഉപദേശം ഇതാണെന്ന് പൊതുവെ അംഗീകരിക്കുന്നത് കൊണ്ട് അത് ഞാൻ ചർച്ച ചെയ്യാതെ അടുത്ത ഇതിലേക്ക് പോവുകയാണ്, പുസ്തകത്തിലേക്ക് പോവുകയാണ്. ഖുറാനിൽ എങ്ങനെയാണ്? തൗറത്തിൽ എക്കാദായിരുന്നുവെങ്കിൽ, ഇഞ്ചിലിൽ എന്നായിരുന്നുവെങ്കിൽ, ഈ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ജനാബ് അക്ബർ മൗലവിയുടെ അല്ലാഹുവിനെ അറിയുക എന്നുള്ള പുസ്തകം ഞാൻ വായിക്കുകയായിരുന്നു. ജനാബ് അക്ബർ മൗലവി അതിൽ പറയുന്നത് അഹദെന്നുള്ള പദമാണ് അള്ളയുടെ സത്തയെ വ്യക്തമാക്കുന്നത്, അള്ളാഹുവിന്റെ സത്തയെ വ്യക്തമാക്കുന്നത്. ബഹുത്വമില്ലാത്ത ഏകത്വം മാത്രമുള്ള അഹദെന്നുള്ള അറബിക് പദമാണ്. ഇത് സൂര 112-ന്റെ 1-ലാണ് പറഞ്ഞിരിക്കുന്നത്, അള്ളാഹ് അഹദാകുന്നു. ജനാബ് അക്ബർ മൗലവി മാത്രമല്ല, ഇബ്ൻ കത്തീറിന്റെ തഫ്സീറും ഞാൻ അത് വായിച്ചു നോക്കി. അക്ബർ മൗലവി പറയുന്നത് എപ്പോഴും ശരിയാകണമെന്നില്ല. ഇബ്ൻ കത്തീറും അതേ അഭിപ്രായം തന്നെയാണ്.
അങ്ങനെയാണെങ്കിൽ ബഹുത്വമുള്ള ഏകത്വം പറയുന്ന തൗറത്തും ബഹുത്വമുള്ള ഏകത്വം പറയുന്ന പുതിയ നിയമവും ബഹുത്വമില്ലാത്ത ഏകത്വം പറയുന്ന ഖുറാനും ഇത് മൂന്നും ഒന്നാണോ പഠിപ്പിക്കുന്നത്? അല്ലേ? അല്ല. എന്ന് മാത്രമല്ല പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവി എന്തു പറയുന്നു എന്നുള്ളതിൽ ഇസ്ലാമിനും യാതൊരു വിലയുമില്ല. ഖുറാൻ എന്തു പറയുന്നു എന്നുള്ളതിനാണ്. അറബിക് വിദ്യാർത്ഥികളുമായി ഞാനിതൊന്ന് ചർച്ച ചെയ്തു. അറബിക് വിദ്യാർത്ഥികൾ പറയുന്നത് അഹദ് എന്നുള്ള പദം എപ്പോഴെല്ലാം ഖുറാൻ ഉപയോഗിച്ചിട്ടുണ്ടോ, അഹദ് എന്നുള്ള പദം എപ്പോഴെല്ലാം ഖുറാൻ ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അനേകരിൽ ഒരുവനെയോ കൂട്ടത്തിൽ ഒരുവനെയോ ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടിയാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ബഹുത്വമില്ലാത്ത ഏകത്വത്തിനെ അല്ല, ബഹുത്വമുള്ള ഏകത്വത്തിനെയോ അല്ല, അനേകരിൽ ഒരു കൂട്ടത്തിൽ ഒരുവനെ ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടിയാണ് അഹദ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് സൂറ പശു, പശു എന്ന് പറയുന്നത് സൂറയുടെ പേരാണ്. കൗ എന്ന് പറയുന്നത് അത് മലയാളത്തിൽ ഞാൻ പറയുന്നുള്ളൂ. സൂറ പശു 2:96 വിഗ്രഹാരാധികളിൽ ഒരുവൻ അഹദ് എന്നുള്ള പദമാണ്. സൂറ പശു 2:136 പ്രവാചകന്മാരിൽ ഒരുവൻ അഹദ് എന്നുള്ള പദമാണ്. ഒരു കൂട്ടത്തിൽ ഒരുവനെ കാണിക്കാൻ വേണ്ടിയാണ് അഹദ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. സൂറ പശ്ചാത്താപം 9:84 അവിശ്വാസികളിൽ ഒരുവന്റെയും ശവകുടീരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോൾ അവിടെയും കൂട്ടത്തിൽ ഒരുവനെ കാണിക്കാൻ വേണ്ടിയാണ് അഹദ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പ്രിയ സ്നേഹിതരെ, അല്ലാഹ് അഹദാകുന്നു എന്ന് പറയുമ്പോൾ ഖുറാന്റെ മാത്രം വെളിച്ചത്തിൽ ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാനങ്ങളില്ലാതെ, ഇവൻ കത്തീറിന്റെ വ്യാഖ്യാനങ്ങളില്ലാതെ, മറ്റ് ഇസ്ലാം പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളില്ലാതെ ഖുറാന്റെ മാത്രം വെളിച്ചത്തിൽ നാം വായിക്കുകയാണെങ്കിൽ അല്ലാഹ് അനേകരിൽ ഒരുവനാകുന്നു എന്നാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹ് ബഹുത്വമില്ലാത്ത ഏകത്വമല്ല, ഏതോ അനേകരിൽ ഒരുവനായ ഒരുവൻ എന്ന് മാത്രമേ നാം മനസ്സിലാക്കേണ്ടതായുള്ളൂ. മറ്റ് അനേക റെഫറൻസുകളുണ്ട്, ചോദിച്ചാൽ അത് തരാവുന്നതാണ്. ദൈവത്തിന്റെ ഏകത്വം, പോയിന്റ് 1, ദൈവത്തിന്റെ ഏകത്വം തൗറത്തും ഇഞ്ചിലും പഠിപ്പിക്കുമ്പോൾ അത് ബഹുത്വത്തിൽ ഏകത്വമാണെങ്കിൽ, ഖുറാന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, മുസ്ലിം പണ്ഡിതന്മാരുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ബഹുത്വമില്ലാത്ത ഏകത്വമാണ്. ഖുറാന്റെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ അനേകരിൽ ഒരുവനാണ് അല്ലാഹ്. പോയിന്റ് 2, ദൈവത്തിന് ഒരു ദൃശ്യ രൂപമുണ്ടോ? ദൈവത്തിന് ഒരു ദൃശ്യ രൂപമുണ്ടോ? അഥവാ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുമോ? ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ. യഹോവ ജനത്തിന്റെ മധ്യേ കൂടാരത്തിൽ പാർക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പുറപ്പാട് പുസ്തകം തുടർന്നുള്ള വാക്യങ്ങളാണ്. 33-10-ഉം 11-ലും യഹോവ മോശയോട് തന്റെ ഒരു സ്നേഹിതനെന്നോട് പോലെ മുഖാമുഖം സംസാരിക്കുന്നു. എങ്കിലും പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ മോശ ദൈവത്തോട്, ദൈവമേ, യഹോവേ, നിന്റെ മഹിമയെ എന്നെ ഒന്ന് കാണിക്കാം, മഹത്വം എന്നെ കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ യഹോവ പറയുന്നത്, ആർക്കും എന്നെ കാണുവാൻ കഴിയില്ല, എന്നെ കണ്ടിട്ട് ഒരു മനുഷ്യനും ജീവിക്കുവാൻ കഴിയില്ല. ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ തുടർന്നുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഒട്ടനവധി ഭേദഭാഗങ്ങളിൽ ദൈവം പിതാക്കന്മാർക്ക് മുഖാമുഖമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിതാവായ അബ്രഹാമിന്, ഇസഹാക്കിന്, അബ്രഹാമിന്റെ നാം കണ്ടതാണ്, യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം തന്നെ കാണുവാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന് നാം ചിന്തിച്ചു, ദൈവത്തിന്റെ ബഹുത്വമുള്ള വ്യക്തിത്വമാണ്, ഏകത്വമാണ് ദൈവം. അതിൽ ഒരുവൻ പ്രത്യക്ഷമായ ഒരു രൂപം എടുത്തു പഴയ നിയമത്തിൽ. ആ ഒരുവൻ തന്നെ പുതിയ നിയമത്തിൽ ഒരു ദേഹരൂപം എടുക്കുമെന്ന് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ഇതാ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലുണ്ട്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം ഒരു ദേഹരൂപം ഇനിയും എടുക്കുവാൻ ഇരിക്കുന്നുവെന്ന് തൗറത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
നാം തൗറത്തിലെ വായിച്ചതുപോലെ ഇഞ്ചിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. യഹോവ മനുഷ്യനോടുകൂടെ കൂടാരത്തിൽ വസിച്ച്, മനുഷ്യന്റെ മധ്യേ കൂടാരത്തിൽ വസിച്ച് മോശയോട് മുഖാമുഖം സംസാരിക്കുമ്പോഴാണ് നാം മറ്റു വാക്യങ്ങളിൽ വായിച്ചത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്, വചനം ജഡമായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. പഴയ നിയമത്തിൽ അവൻ കൂടാരത്തിൽ ജനമധ്യേ പാർത്തതുപോലെ ഇവിടെ അവൻ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. പാർത്തിട്ട് ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അതേ വാക്യത്തിൽ തന്നെ, അതേ അധ്യായത്തിൽ തന്നെ പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ പഴയ നിയമത്തിലെ സമസ്യയ്ക്ക് പുതിയ നിയമത്തിൽ ഉത്തരം, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതേ കർത്താവായ യേശു ക്രിസ്തു തന്നെ മോശ യഹോവയുടെ ദൈവമേ നിന്റെ മഹിമ എന്നെ കാണിക്കണമേ എന്ന് പറഞ്ഞതുപോലെ ഫിലിപ്പോസ് കർത്താവിനോട് പിതാവിന്റെ മുഖം, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇത് നാം എങ്ങനെ സംഗ്രഹിക്കും? നാം സംഗ്രഹിക്കേണ്ടത് ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്.